Realme Narzo 50 series ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Realme Narzo 50 സീരീസിൽ രണ്ട് ഫോണുകൾ വരുന്നുണ്ട്. Realme Narzo 50iയും അതുപോലെ തന്നെ Realme Narzo 50aയും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme Narzo 50i എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോൺ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫോണാണ്. നമ്മൾ മുമ്പും പല ഫോണുകളെയും പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ പറയാറുള്ള ഒരു കാര്യം ആ ഒരു ബ്രാൻഡ് അതേ പ്രൈസ് റേഞ്ചിൽ വേറെ ഒരു ഫോൺ ഇറക്കുന്നു എന്നുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇതേ പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ തന്നെ വേറെ 3 ഫോണുകൾ വരുന്നുണ്ട്. Realme C11 2021 എന്ന ഫോൺ വരുന്നുണ്ട്, Realme C11 എന്ന ഫോൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ Realme C20 എന്ന ഫോണും വരുന്നുണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ Realme C11 2021 എന്ന ഫോണിൻ്റെ ഏകദേശം അതേ സ്പെസിഫിക്കേഷനുമായിട്ടാണ് Realme Narzo 50i എന്ന ഫോൺ വരുന്നത്. പക്ഷേ വിലയുടെ കാര്യത്തിലോട്ട് വരുമ്പം Realme C11 2021 എന്ന ഫോണിന് വില കുറച്ച് കുറവാണ്. അങ്ങനെ ഉണ്ടാകുമ്പം ഈ ഒരു ഫോൺ എന്തിനാണ് ലോഞ്ച് ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. അതുമാത്രമല്ല ഇതേ പ്രൈസ് റേഞ്ചിൽ, അതായത് 7500 രൂപ പ്രൈസ് റേഞ്ചിൽ Realme C11 അതുപോലെ തന്നെ Realme C20 എന്നീ ഫോണുകൾ ഇപ്പം അവൈലബിൾ ആണ്. ഈ ഫോണുകളിലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്പെസിഫിക്കേഷനും വരുന്നുണ്ട്. അപ്പം വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഫോണാണ് Realme Narzo 50i എന്ന ഫോൺ. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ Realme Narzo 50i എന്ന ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 88.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഫോണിൽ വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 400 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ വലിയ തിരക്കില്ലാത്ത ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ കൂടുതലൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 3 ഫോണുകളുടെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഏകദേശം ഇതേ സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. കാര്യമായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊന്നും അതിലും വരുന്നില്ല. ഈ ഒരു ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടില്ല. 7500 രൂപ പ്രൈസ് റേഞ്ചിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറുമായിട്ട് വരുന്ന ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 195 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 8.9 mm ആണ്. ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, മിൻറ്റ് ഗ്രീനും അതുപോലെ തന്നെ കാർബൺ ബ്ലാക്കും. പിന്നെ ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ 8 മെഗാ പിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന ബാക്ക് ക്യാമറ ആണ് വരുന്നത്. അതുപോലെ തന്നെ 5 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇതേ ഒരു ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് Realme C11 2021 എന്ന ഫോണിലും അതുപോലെ തന്നെ Realme C20 എന്ന ഫോണിലും വരുന്നത്. ഇപ്പോൾ Realme C11 കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് 13 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഫോണിൻ്റെ പിന്നിൽ ലഭിക്കുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൽ വരുന്നത്. മൈക്രോ USB ചാർജിംഗ് പോർട്ടാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഒരു കംപ്ലൈൻ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 3 ഫോണുകളിലും ഇതേ ഒരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോസസ്സർ. അതിലോട്ട് വരുമ്പം ഈ ഒരു ഫോണിൽ യൂണി SoC 9863A എന്ന പ്രോസസ്സറാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള Realme C11 2021 എന്ന ഫോണിലും ഇതേ ഒരു പ്രോസസ്സറാണ് വരുന്നത്. ഈ ഒരു ഫോണ് 7500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. എന്നാൽ Realme C11 2021 എന്ന ഫോണിന് ഒരു 200 രൂപ കുറവാണ്. അതേപോലെ ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന Realme C11 അതുപോലെ തന്നെ C20 എന്നീ ഫോണിൽ വരുന്നുണ്ട്. അതിലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള mediatekൻ്റെ helio G35 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 7500 രൂപ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള അത്ര മികച്ചൊരു പ്രോസസ്സറൊന്നുമല്ല ഈ ഒരു യൂണി SoC 9863A എന്ന പ്രോസസ്സർ. അതിനേക്കാളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ബെറ്റർ mediatekൻ്റെ helio G35 എന്നുള്ള പ്രോസസ്സറാണ്. പിന്നെ ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 2 GB റാമും 32 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. അതുപോലെ തന്നെ 4 GB റാമും 64 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാം ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. 256 GB വരെ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള Realme Go എഡിഷൻ സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. Go എഡിഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ അത്രയും പവർഫുൾ അല്ല എന്നുണ്ടെങ്കിൽ ഫോണിൽ വലിയ ഹാങ്ങും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയറിൻ്റെ ലൈറ്റ് വെർഷനാണ് കൊടുക്കാറ്. അങ്ങനെയുള്ള ആൻഡ്രോയിഡിൻ്റെ ഒരു ലൈറ്റ് വെർഷനാണ് ഈ ഒരു Go എഡിഷൻ എന്ന് പറയുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 2 GB റാം വെർഷൻ്റെ വില വരുന്നത് 7499 രൂപയാണ്. അതുപോലെ തന്നെ 4 GB റാം വെർഷൻ്റെ വില വരുന്നത് 8999 രൂപയാണ്. ഒക്ടോബർ 7 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ തന്നെ realme.com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Realme C11 2021 എന്ന ഫോണിലും ഏകദേശം ഇതേ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ആ ഒരു ഫോണിനാണെങ്കിൽ ഒരു 200 രൂപ കുറവാണ്. അതുപോലെ തന്നെ ഇതേ പ്രൈസ് റേഞ്ചിൽ Realme C11 അതുപോലെ തന്നെ Realme C20 എന്നിങ്ങനെ ഫോണുകൾ വരുന്നുണ്ട്.
ഈ ഫോണുകളിലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പം ഇതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ ആ ഒരു ഫോണുകളായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ മാർക്കറ്റിൽ ഓൾറെഡി ഒരേ പ്രൈസ് റേഞ്ചിൽ 3 ഫോണുകൾ ഉണ്ടാകുമ്പോൾ 4ാമത് ഒരു ഫോണും കൂടി ലോഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി കൂടിയ പ്രൈസ് റേഞ്ചിലാണ് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എന്തായാലും റിയൽമി നാർസോ 50i എന്ന ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര നല്ലൊരു ഫോണായി എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.